നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ISLൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ അവേ മത്സരം, നോർത്ത് ഈസ്റ്റിൻ്റെ ആദ്യത്തെ ഹോം മത്സരം. മികച്ചൊരു വിജയം തന്നെയാണ് രണ്ട് ടീമും ലക്ഷ്യം വെക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ മനസ്സിലുള്ള സുപ്രധാനമായ ചോദ്യം ഇന്ന് അഡ്രിയാൻ ലൂണ കളിക്കളത്തിലേക്ക് ഇറങ്ങുമോ എന്നുള്ളതാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയിങ് 11 എങ്ങനെയായിരിക്കും എന്നുള്ള ചോദ്യം കൂടി അതോടൊപ്പം തന്നെ ഉയരുന്നു. ലൂണ കളിക്കാൻ ഇറങ്ങിയാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോറിനേഴ്സിൽ ഒരാൾ പുറത്തിരിക്കണം. ഇപ്പോൾ കഴിഞ്ഞ കളിയൊക്കെ കളിച്ചിട്ടുള്ള ആദ്യ 11 താരങ്ങളിൽ ഒരാൾ പുറത്തിരിക്കേണ്ടി വരും. അപ്പോൾ കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടത് കോയഫും സദോയിയും ഹീസസ് ഹീമിനസും മിലോസ് ഡ്രിഞ്ചിച്ചും സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ആര് പുറത്തു പോകുമെന്ന് ചോദിച്ചാൽ കോയഫിന് പുറത്തേക്ക് പോവേണ്ടി വരും ലൂണ വരികയാണെങ്കിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും മധ്യനിരയുടെ ബാലൻസ് നിലനിർത്താൻ വേണ്ടി ഇന്ത്യൻ താരങ്ങളിലും മാറ്റം വരുത്തേണ്ടി വരും. അതൊക്കെ ലൂണ കളിക്കുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മിക്കായൽ സ്റ്റാഡെ ലൂണ കളിക്കുമോ എന്നതിൻ്റെ കാര്യത്തിൽ വിട്ടു പറയാൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞ നാളെ കാണാം എന്നുള്ളതാണ്. കാത്തിരുന്നോളൂ, നാളെ കാണാം എന്നാണ്. അതിനു മുമ്പ് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞത് ലൂണ ഈ കളി കളിച്ചാൽ താൻ സർപ്രൈസ്ഡ് ആയിരിക്കുമെന്നാണ്. അതായത് താരം റിക്കവേർഡ് ആയിട്ടുണ്ട് എങ്കിലും പൂർണ്ണമായിട്ടും മത്സരത്തിന് സജ്ജനല്ല എന്നൊരു തോന്നലാണ് ആ വാക്കുകളിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ലൂണ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെ നമുക്ക് കരുതാം. ഒരു പക്ഷേ ആവശ്യമെങ്കിൽ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലൊക്കെ രണ്ടാം പകുതിയിൽ വന്നേക്കാം. അങ്ങനെ നമുക്കിപ്പോൾ കാണാൻ കഴിയുകയുള്ളൂ. അപ്പം നമ്മളൊന്ന് പരിശോധിക്കുകയാണ് KBFCയുടെ ആദ്യ 11 ആരൊക്കെയാവും ഉണ്ടാവുക എന്നുള്ളത്. മാറ്റങ്ങളൊന്നുമില്ലാതെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനുള്ള സാധ്യത തന്നെയാണ് ഇന്നത്തെ കളിയിൽ നമ്മൾ കാണുന്നത്. ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ്, ഡിഫൻസിൽ സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ പ്രീതം കൊട്ടാലും മിലോസ് ഡ്രിഞ്ചിച്ചും, ഡിഫൻസിൻ്റെ ഇരു പാർശ്വങ്ങളിലായിട്ട് നവോച്ചയും അതുപോലെ സന്ദീപ് സിംഗും തന്നെ ഇറങ്ങാനാണ് സാധ്യത. മധ്യനിരയിലേക്ക് വരുമ്പോൾ കോയഫ്, ഡാനിഷ് ഫറൂഖ്, വിപിൻ മോഹനൻ എന്നിവരെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. മുന്നേറ്റത്തിൽ രാഹുൽ KPയും ഹീസസ് ഹീമിനസും അതുപോലെ നോഹ് സദോയിയും. ഇതാണ് നമ്മൾ കഴിഞ്ഞ കളി കണ്ടത്. അതുപോലെ തന്നെ ടീം ഇറങ്ങാനാണ് സാധ്യത. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ലൂണ വന്നാൽ എന്താവാൻ കോയഫിനെ പുറത്തിരുത്തേണ്ടി വരും. അപ്പോൾ കോയഫിനെ പുറത്തിരുത്തി ലൂണ നമ്പർ 10 റോളിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഡാനിഷ് ഫറൂഖ് പുറത്തേക്ക് പോവും. അസർ 11ലേക്ക് വരാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നു. അപ്പം മധ്യനിരയിൽ ഒരു പക്ഷേ അസറും ലൂണയും വിപിൻ മോഹനനും ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം വരും. അതുമാത്രമാണ് നമ്മൾ ഒരു മാറ്റത്തിനുള്ള സാധ്യത കാണുന്നത്. പിന്നെ കോച്ച് എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഈ ISLൽ സ്റ്റാർട്ടിംഗ് 11 മാത്രമല്ല എൻഡിങ് 11 പ്രധാനപ്പെട്ടതാണ്. അവസാന സമയത്തും കളിക്കളത്തിൽ ആരൊക്കെയുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് എന്ന്. അതുകൊണ്ട് തന്നെ താരങ്ങളെ സബ്സ്റ്റിറ്റ്യൂഷനിലും മികച്ച താരങ്ങൾ അദ്ദേഹം ഉപയോഗപ്പെടുത്തും. അതിനുവേണ്ടി ആ കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും പ്ലേയിങ് 11 ഇറക്കുക. നിങ്ങൾക്കൊരു പക്ഷേ ഇതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.